നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ കൂരിരുൾ മാറ്റി. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു. കേട്ടല്ലോ. കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പീറ്റർ റൂബൻ സംഗീതം നൽകി, പൂച്ചൽ ഖാദർ എഴുതി, മേരി ശൈല പാടിയ ഗാനമാണ്. മലയാള ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ കാലാതിവർത്തിയായി നിൽക്കുന്ന ഒരു പാട്ടാണ് നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ ആ സിനിമയിലെ പാട്ടിനെ പറ്റി ഇപ്പോൾ പറയാൻ കാര്യം, ആ സിനിമയുടെ കലാസംവിധായകനും സഹസംവിധായകനും IV ശശിയായിരുന്നു. അദ്ദേഹം 2 സിനിമയ്ക്കാണ് സഹസംവിധായകനായി വർക്ക് ചെയ്തത്. ബാക്കിയുള്ള സംവിധാന സഹായിയായിരുന്നു. മറ്റൊരു ചിത്രം കവിത. 2 സിനിമകളും മറ്റുള്ളവർക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ സംവിധാനം ചെയ്തത് IV ശശിയായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ തുടക്ക സിനിമകളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2ലും അദ്ദേഹത്തിൻ്റെ പേരല്ല. കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ് ഓടിയ നസീർ സാറിൻ്റെ മനോഹരമായൊരു പടമുണ്ട്, കമേഴ്ഷ്യൽ പടം. AB രാജായിരുന്നു സംവിധാനം. ആ സിനിമയുടെ സംവിധാന സഹായിയായിട്ട് IV ശശി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പടത്തിൻ്റെ മുഖ്യ സംവിധാന സഹായി ഹരിഹരൻ സാറായിരുന്നു. AB രാജിൻ്റെ കളിയല്ല കല്യാണമാണ് IV ശശി എന്ന് പറഞ്ഞ കലാസംവിധായകൻ്റെ ആദ്യ ചിത്രം. കളിയല്ല കല്യാണം. കണ്ണൂർ ഡീലക്സിൻ്റെ ഒരു ദിവസത്തെ ചിത്രീകരണം IV ശശിയെ ഏൽപ്പിച്ചിട്ട് ഹരിഹരൻ മറ്റെവിടെയോ പോയി. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കഥയാണല്ലോ കണ്ണൂർ ഡീലക്സ്. ആ ബസ്സിൽ നടക്കുന്ന ഓരോ സ്റ്റോപ്പിലും ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഇതിവൃത്തം. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ ഒരു കോണിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ തലങ്ങും വിലങ്ങും ഇട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞു ചിത്രീകരിച്ചു. അതിൽ കമ്മത്ത് എന്ന് പറഞ്ഞൊരു യാത്രക്കാരൻ കയറും. ശങ്കരാടി ചേട്ടനാണ് ആ വേഷം ചെയ്തത്. കമ്മത്ത് കൊല്ലത്തുനിന്ന് കയറും, ആലപ്പുഴയ്ക്ക് മുമ്പ് ഇറങ്ങും. അപ്പോൾ കൊല്ലത്തുനിന്ന് കയറുന്നതും ആലപ്പുഴയ്ക്ക് മുമ്പ് ഇറങ്ങുന്നതും ഒക്കെ ചിത്രീകരിച്ചു. ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ റഷ് അടിച്ച്, അപ്പോൾ നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് റഷ് അടിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് ആലപ്പുഴ എത്തുന്നതിന് മുമ്പ് ഇറങ്ങിയ കമ്മത്ത് എറണാകുളത്തും ഇരിപ്പുണ്ട് ബസ്സിൽ. തുടക്കക്കാരനായതുകൊണ്ട് പറ്റുന്ന അബദ്ധമാണ്. എന്തു ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കമ്മത്ത് ആലപ്പുഴയിൽ ഇറങ്ങണം, കഥയിൽ അങ്ങനെയാണ്. പക്ഷേ ആലപ്പുഴ ഇറങ്ങണതൊക്കെ ഷൂട്ട് ചെയ്തു, ആലപ്പുഴയുടെ ബോർഡൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. പക്ഷേ അടുത്ത് ബസ് എറണാകുളത്ത് എത്തുമ്പോഴും കമ്മത്ത് ബസ് ഇരിപ്പുണ്ട്. JD തോട്ടാൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലും ഹരിഹരൻ IV ശശിയെ സംവിധാന സഹായിയാക്കി. 2 പേരും കോഴിക്കോട്ടുകാരാണല്ലോ. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കുമ്പോൾ JD തോട്ടാൻ മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. ഇവിടെ ക്ലൈമാക്സാണ് എടുക്കുന്നത്, അവിടെ സംവിധായകനില്ല, അദ്ദേഹം വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. ആ പടത്തിൻ്റെ വർക്ക് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് ഹരിഹരനെ ആവശ്യമുണ്ടെന്ന് തോട്ടാന് തോന്നിയപ്പോൾ തോട്ടാൻ ഹരിഹരനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ പ്രേം നസീറും ഷീലയും പങ്കെടുക്കുന്ന, ഷീലയെ തട്ടിക്കൊണ്ടു പോകുന്ന എന്തോ ആണ്. അപ്പോൾ അതിന് ഒരു വലിയ കെട്ടിടത്തിനകത്ത് അന്വേഷിച്ച് പിടിച്ച് നസീർ സാർ മതിലൊക്കെ ചാടി കെട്ടിടത്തിൽ തൂങ്ങിയൊക്കെ കയറി അങ്ങനെയൊക്കെ ചെയ്യുന്ന സീനാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലൈമാക്സാണ് ചിത്രീകരിക്കാനുള്ളത്. IV ശശിയാണ് സംവിധാന സഹായി. ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ഒരു വലിയ വീടാണ് കണ്ടെത്തിയത്. പക്ഷേ ആ വീടിൻ്റെ ഒരു വശം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ചിലവ് ചുരുക്കാൻ വേണ്ടിയാണ്. ഈ മദ്രാസിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. കെട്ടിടത്തിൻ്റെ ചുറ്റും ഓടിക്കയറി നസീർ സാറ് ഫൈറ്റ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഷീലയെ രക്ഷപ്പെടുത്തണം, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ വീടിൻ്റെ ഒരു പോർഷനെ കിട്ടിയിട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ. ആ സെറ്റിൽ വെച്ച് വേണം എല്ലാ ആംഗിളും ഷൂട്ട് ചെയ്യാൻ. ചിത്രീകരണം എന്തുകൊണ്ടോ IV ശശിയുടെ കയ്യിൽ നിന്നില്ല, കുഴഞ്ഞുപോയി. കാരണം
ആംഗിളുകളൊക്കെ മാറ്റി ഷൂട്ട് ചെയ്യേണ്ട ഇത് വന്നപ്പോൾ എന്തോ കൺഫ്യൂഷനായി. പടത്തിൻ്റെ നിർമ്മാതാവാണെങ്കിൽ ടി വാസുദേവൻ സാറാണ്. അദ്ദേഹമാണെങ്കിൽ കൃത്യതയുള്ള ആളാണ്, പിശുക്കനാണ്, കാർക്കശ്യക്കാരനാണ്. ആകെ പ്രശ്നമായി, ഷൂട്ടിംഗ് മുടങ്ങി. ചിത്രീകരണം പ്രശ്നമായതോടെ ടി വാസുദേവൻ IV ശശിയോട് ഗെറ്റൗട്ട് അടിച്ചു, പുറത്തു പോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അവിടെ വച്ച് IV ശശി ഒരു തീരുമാനം എടുത്തു, ഇനി മേലിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ജോലി ചെയ്യില്ല. ഹരിഹരൻ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് ലേഡീസ് ഹോസ്റ്റൽ. IV ശശി ആദ്യമായി കലാസംവിധായകനാകുന്ന ചിത്രം ലേഡീസ് ഹോസ്റ്റലാണ്. കാച്ചി വിതച്ചവൻ്റെ കലാസംവിധാനമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ശരിക്കും അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നത് സംവിധാന പണിയായിരുന്നു. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിത്രത്തിലെ നായികയായ വിജയ നിർമ്മല, നമ്മളെ ഭാർഗവി നിലയത്തിലെ വിജയ നിർമ്മല. അവർ IV ശശിയോട് ചോദിച്ചു, ഇതേപോലെ എൻ്റെ പേര് വെച്ച് നിങ്ങളൊരു സിനിമ സംവിധാനം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ആ സിനിമയാണ് കവിത. അപ്പോൾ IV ശശി പറഞ്ഞു, ഞാൻ ചെയ്തൊക്കെ തരാം, പക്ഷേ എൻ്റെ പേര് വയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ പേര് വയ്ക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കാശ് മുടക്കണ്ടല്ലോ. എൻ്റെ പേര് വെച്ച് നിങ്ങൾ സംവിധാനം ചെയ്തു തരണം. കാരണം ഇവർക്ക് സംവിധാനത്തിൻ്റെ ABCD അറിയില്ല. കാറ്റ് വിതച്ചവൻ തിരക്കഥ എഴുതാൻ വന്നത് ആലപ്പുഴക്കാരനായ ഷെരീഫായിരുന്നു, ഷെരീഫ്. അദ്ദേഹമായിട്ട് നല്ല സൗഹൃദത്തിലായി. ചന്ദ്രിക വാരികയിൽ ഷെരീഫ് എഴുതിയ നിറങ്ങൾ എന്ന് പറഞ്ഞ നോവൽ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ആ നോവലിനൊപ്പം ചിത്രങ്ങളുണ്ടാവുമല്ലോ, ആ ചിത്രങ്ങളൊക്കെ വരച്ചത് IV ശശിയായിരുന്നു. കവിത സംവിധാനം വിജയ നിർമ്മല എന്ന് വെച്ചപ്പോൾ വിജയ നിർമ്മല ഒരു മാന്യത കാണിച്ചു. അവരുടെ സഹോദരൻ്റെ പേരാണ് നിർമ്മാണത്തിൽ വെച്ചത്. പക്ഷേ സഹനിർമ്മാതാവ് IV ശശി എന്ന് കവിതയിൽ എഴുതി കാണിച്ചു. കാറ്റ് വിതച്ചവനും കവിതയും നല്ല പ്രദർശന വിജയം നേടി. ഇവയുടെ പിന്നാലെ ഈ 2 സിനിമകളും വിജയിക്കാൻ കാരണം IV ശശിയാണെന്ന് സിനിമാ രംഗത്ത് പാട്ടായി. IV ശശി സംവിധാനം ചെയ്തിട്ട് 2 പേരുടെ പേര് വെച്ചതാണ്. അതുകൊണ്ട് ശശിയുടെ പടങ്ങളാണ്, അപ്പോൾ ശശി ചെയ്താൽ വിജയിക്കും എന്നുള്ളൊരു പേര് വന്നു. ഈ സമയത്ത് കോഴിക്കോട്ടുണ്ടായിരുന്ന തിയേറ്ററൊക്കെ വിറ്റ് അതുകൊണ്ട് സിനിമ എടുക്കാൻ വന്ന മുരളി മൂവീസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ പിൽക്കാലത്ത് അവളുടെ രവുകളൊക്കെ നിർമ്മിച്ച മുരളി മൂവീസ് രാമചന്ദ്രൻ IV ശശിയെ കാണാൻ വന്നു. ഞാൻ തെക്കുറിശ്ശിയെ കൊണ്ട് ഒരു പടം സംവിധാനം ചെയ്യിച്ചു. ആ സിനിമ നല്ലവണ്ണം പൊളിഞ്ഞു. അടുത്ത പടം, ശശി നിന്നെ കൊണ്ടാണ് ഞാൻ സംവിധാനം ചെയ്യിക്കുന്നത്. എന്നെ കൊണ്ടോ? ആ, നീയാണ് എൻ്റെ സംവിധായകൻ. നീ മറ്റുള്ളവർക്കായി സിനിമ ചെയ്യുന്നു, അവർ കാശുണ്ടാക്കുന്നു. നീ സംവിധാനം ചെയ്യുമെങ്കിൽ ഞാൻ നിർമ്മിക്കാം. രാമചന്ദ്രൻ്റെ പേരിൽ വേണമെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യാം, പക്ഷേ അത് സംവിധാനം രാമചന്ദ്രൻ എന്ന് വെച്ചാൽ എന്തോ ഒരു മനസ്സിനൊരു ഉറപ്പില്ല എന്നാണ് ശശിയേട്ടൻ. രാമചന്ദ്രൻ്റെ പേരിൽ വേണമെങ്കിൽ IV ശശി സംവിധാനം ചെയ്യാമെന്നത് രാമേന്ദ്രൻ പക്ഷേ സമ്മതിച്ചില്ല. ഇപ്പോൾ ഉള്ളവന്മാരൊക്കെ ആണെങ്കിൽ സമ്മതിച്ചേ. ഇവിടെ പലരും ചെയ്യുന്ന കണ്ടില്ലേ, വീരശൂര പരാക്രമങ്ങളായിട്ട് ആണുങ്ങൾ സംവിധാനം ചെയ്യും, വായി നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ പേര് സംവിധാനം എന്ന് വയ്ക്കും. പക്ഷേ രാമേന്ദ്രൻ പറഞ്ഞു അത് വേണ്ട, എൻ്റെ സിനിമ സംവിധാനം ചെയ്യുന്നെങ്കിൽ IV ശശി എന്ന് തന്നെ വയ്ക്കണം. എറണാകുളത്ത് ഞാറയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ലൊക്കേഷൻ. 4 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ വള്ളത്തിൽ വെള്ളം കൊണ്ടുവന്ന് കുടിക്കേണ്ടി വരുന്ന ഒരു ഗ്രാമത്തിൻ്റെ കഥ. നല്ല സബ്ജക്റ്റ് അല്ലേ? 4 ചുറ്റും വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ വെള്ളമില്ല. വള്ളത്തിൽ പോയി ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഷെരീഫിൻ്റെ ഒരു നോവലായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയില്ലേ, നമുക്ക് ആരെ നായകനാക്കാം എന്നുള്ള ചർച്ച വന്നപ്പോൾ കമൽഹാസനുമായിട്ട് IV ശശിക്ക് നല്ല സൗഹൃദമുണ്ട്. നമുക്ക് കമലിനെ നായകനാക്കിയാലോ എന്ന് രാമചന്ദ്രൻ ചോദിച്ചു, നിർമ്മാതാവ്. അപ്പോൾ IV ശശി പറഞ്ഞ അവൻ്റെ കുട്ടിത്തം മാറാത്ത മുഖം ഈ കഥാപാത്രത്തിന് ശരിയാവില്ല. എന്നാലും ഞാൻ ഇപ്പോൾ സംവിധാനം ചെയ്ത് വേറൊരാളുടെ പേര് വെച്ച കാറ്റ് വിതച്ചവൻ എന്ന് പറഞ്ഞ പടത്തിൽ വില്ലനായത് KP ഉമ്മറാണ്. നമുക്ക് ഉമ്മറിനെ നായകനാക്കാം എന്നായി IV ശശി. ആ വിവരം അറിഞ്ഞ KP ഉമ്മർ ശരിക്കും വഴക്ക് പറഞ്ഞു IV ശശിയെ. എന്നെ നായകനാക്കി നീ നിൻ്റെ ജീവിതം തുലയ്ക്കാൻ പോവുകയാണോ എന്നാണ് KP ഉമ്മർ ചോദിച്ചത്. ഞാൻ ഹീറോ ആയാൽ ആരും പടം കാണാൻ വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. ആര് പറയൂല്ലേ? KP ഉമ്മർ പറഞ്ഞു എന്നെ നായകനാക്കരുത്. പക്ഷേ IV ശശി ഉമ്മറിനെ തന്നെ നായകനാക്കി. റാണി ചന്ദ്രയായിരുന്നു നായിക. അപ്പോൾ ഈ കാറ്റ് വിതച്ചവനും കവിതയും വിതരണം ചെയ്തത് ജിയോ കുട്ടപ്പനായിരുന്നു, ജിയോ മൂവീസ്. 2 പടത്തിൽ നിന്നും വിതരണക്കാരന് വലിയ ലാഭം കിട്ടി. ആ പ്രതീക്ഷയിൽ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ സിനിമ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. ഉത്സവം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. ജിയോ കുട്ടപ്പനെ കണ്ടപ്പോൾ ജിയോ കുട്ടപ്പൻ പറഞ്ഞു,
KP ഉമ്മറിനെയൊക്കെ നായകനാക്കി താങ്കളല്ലാതെ ആരെങ്കിലും സിനിമ ചെയ്യുമോ? അത് പറ്റില്ല, അപ്പോൾ പോവില്ല, അതുകൊണ്ട് എനിക്ക് വിതരണം ചെയ്യാൻ പറ്റില്ല. അവസാനം ഇങ്ങനെ ഒരുപാട് നിർബന്ധമായപ്പോൾ, നിങ്ങൾ AB രാജിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ആളല്ലേ, അപ്പോൾ സംവിധാന മേൽനോട്ടമെന്ന് പോസ്റ്ററിലടക്കം AB രാജിൻ്റെ പേര് വയ്ക്കുമെങ്കിൽ ഞാൻ വിതരണം ചെയ്യാം എന്നായി ജിയോ മൂവീസ് കുട്ടപ്പൻ. അപ്പോൾ വിശ്വസിച്ചു പറഞ്ഞു, പിന്നെന്താ സംവിധാന മേൽനോട്ടം AB രാജ് സാറിൻ്റെ പേര് വയ്ക്കാം. പക്ഷേ മുരളി മൂവീസ് രാമേന്ദ്രൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല, ഈ പടം IV ശശിയുടെ പേരിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്ത് ഞാനത് വിറ്റോളാം, നിങ്ങളങ്ങനെ വേറൊരാളുടെ പേര് വെച്ച് എൻ്റെ സിനിമ ഇറക്കണ്ട എന്നായി. ഉത്സവം തിയേറ്ററിൽ വലിയ വിജയമായി. ജിയോ മൂവീസ് കുട്ടപ്പൻ എടുത്തില്ലെങ്കിലും പടം വലിയ വിജയമായി. അകാലത്തിൽ സത്യം മാഷ് ഇവിടെ പറഞ്ഞ കാലഘട്ടമാണല്ലോ 1974-75 കാലഘട്ടം. പ്രേം നസീറും മധുസാറും നിറഞ്ഞാടുന്ന കാലം എന്ന് തന്നെ പറയാം. രണ്ടു പേർക്കും നിരവധി സിനിമകൾ നായകന്മാരായിട്ട് അവർ നിറഞ്ഞാടുന്ന കാലം. കരുണ പോലുള്ള ചില സിനിമകളിൽ KP ഉമ്മർ നായകനായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു നായകനാണ് KP ഉമ്മറെന്ന് എന്താ പറയുക അംഗീകരിക്കുന്ന കാലമല്ല. വില്ലനായി അദ്ദേഹം വിലസുന്നു എന്ന് പറയാം. വില്ലനായിട്ട് എന്തെല്ലാം വേഷങ്ങൾ ഉമ്മർ സാർ ചെയ്തു. അക്കാലത്താണ് എരിപ്പം വീട് ശശിധരൻ എന്ന IV ശശി കലാസംവിധായകനും സഹസംവിധായകനും എന്താ പറയുക സംവിധാന സഹായിയും ഒക്കെ ആയിരുന്ന ചെറുപ്പക്കാരൻ ഉമ്മറിനെ നായകനാക്കി ഉത്സവം എന്ന കറുപ്പും വെളുപ്പിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ സിനിമ സംവിധാനം ചെയ്തത്. ആ സമയത്താണെങ്കിൽ ശശികുമാർ സാറിൻ്റെ ചട്ടമ്പി കല്യാണി, പിക്നിക്ക്, ആലിബാബയും 41 കള്ളന്മാരും, സ്വാമിയേപ്പൻ, ബാബുമോൻ, ചന്ദനച്ചോല, ലവ് ലെറ്റർ, അക്കൽദാമ, കാമം, ക്രോധം, മോഹം തുടങ്ങിയ പ്രേം നസീറും മധുസാറും അഭിനയിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന കാലത്താണ് KP ഉമ്മറിനെ നായകനാക്കിക്കൊണ്ട് ഉത്സവം ചെയ്യുന്നത്. KP ഉമ്മർ, രാഘവൻ, വിൻസെൻ്റ്, സുകുമാരൻ, സോമൻ, ശങ്കരാടി, കുതിരോട്ടം പപ്പു, ബഹദൂർ, റാണിചന്ദ്ര, ശ്രീവിദ്യ, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. നവാഗതനായ IV ശശിയുടെ ഉത്സവം. അന്ന് IV ശശിക്ക് 27 വയസ്സാണ്. ഷെരീഫ് എന്നും ആലപ്പി ഷെരീഫ് എന്നും അറിയപ്പെട്ട ആളാണ് തിരക്കഥാകൃത്ത് കോഴിക്കോട്ടുകാരനായ മുരളി മൂവീസ് ഷെരീഫ്. കോഴിക്കോട്ടുകാരനായ മുരളി മൂവീസ് രാമേന്ദ്രനാണ് നിർമ്മാതാവെന്ന് ഞാൻ പറഞ്ഞല്ലോ. പടം തീർത്ത് ജിയോ മൂവീസ് അടക്കം ഒരുപാട് വിതരണക്കാരെ കാണിച്ചിട്ടും KP ഉമ്മറായതുകൊണ്ട് വിതരണമായില്ല. എറണാകുളത്തെ ഉത്സവത്തിൻ്റെ ആൽബവുമായി കയറി ഇറങ്ങാത്ത ഒരൊറ്റ വിതരണ കമ്പനികളില്ലായിരുന്നു. മുമ്പ് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്ലു ഡെന്നീസിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കിത്തോയുടെ ഓഫീസിലൊക്കെ ആൽബവുമായിട്ട് ചെന്നിട്ട് ഏതെങ്കിലും ഒരു വിതരണ കമ്പനിക്കാരന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് IV ശശി ചെന്നത്. യാദൃശ്ചികമായിട്ടാണ് ഉത്സവത്തിൻ്റെ ആൽബവുമായി കലാനിലയം കൃഷ്ണൻ നായർ സാറിനെ IV ശശി കാണുന്നത്. നാടക മുതലാളിയും നാടക സംവിധായകനുമൊക്കെയായ കലാനിലയം ചില സിനിമകൾ നിർമ്മിച്ചുവെങ്കിലും വിതരണ രംഗത്തേക്ക് അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. IV ശശി തൻ്റെ ആദ്യമായിട്ട് ചെയ്ത ഈ പടവുമായിട്ട് ഇങ്ങനെ വിതരണക്കാരെ ഒരുപാട് പേരെ കാണുന്ന വിഷമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനെടുത്ത സിനിമ തിയേറ്ററിലെത്തിക്കാൻ കഴിയാതെ അലയുന്നത് കണ്ടപ്പോൾ കലാനിലയത്തിൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം ഒരു വിതരണ കമ്പനി തുടങ്ങി. മകൻ്റെ പേരാണ് കമ്പനിക്കിട്ടത്, ജീവൻ പിക്ചേഴ്സ്. ഉത്സവത്തോടെ IV ശശി ശ്രദ്ധേയനായി. ജീവൻ പിക്ചേഴ്സ് തിയേറ്ററിലെത്തിച്ച ഉത്സവം നല്ല വിജയമായി. അദ്ദേഹത്തിന് പിന്നെ തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടിത്തുടങ്ങി. കിട്ടുന്ന സിനിമകൾ മുഴുവൻ ആലപ്പി ഷെരീഫായിരുന്നു തിരക്കഥകൾ എഴുതിയത്. 1975 ഉത്സവം മുതൽ 2009 വെള്ളത്തൂവൽ വരെ മലയാളത്തിൽ IV ശശി 100 സിനിമകൾ സംവിധാനം ചെയ്തു. 100 എണ്ണം തികച്ചു അദ്ദേഹം മലയാളത്തിൽ. തമിഴിൽ 7 സിനിമകൾ ചെയ്തു, തെലുങ്കിൽ 2 സിനിമ ചെയ്തു, ഹിന്ദിയിൽ 7 സിനിമകൾ ചെയ്തു. അങ്ങനെ 16. മൊത്തത്തിൽ 116 സിനിമകൾ IV ശശി സംവിധാനം ചെയ്തു. 1977 ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ അത്ഭുതം തോന്നുന്നു. 1977 IV ശശിയുടെ 12 സിനിമകൾ തിയേറ്ററിലെത്തി. ആലോചിക്കുക, മാസത്തിലൊന്നെന്ന് പറയുന്ന കണക്ക് 12 സിനിമകൾ ഒരു വർഷം സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അവയിൽ ആ 12 സിനിമകളിൽ ഒന്നാണ് ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ എക്കാലത്തെയും ശ്രദ്ധേയമായ സൂപ്പർ ഹിറ്റ് സിനിമ. അതുപോലെ തന്നെ ഊഞ്ഞാലെന്ന് പറഞ്ഞ സിനിമ, ആ നിമിഷം, ഇതൊക്കെ വലിയ വിജയമായ സിനിമകളായിരുന്നു ഈ 12 എണ്ണത്തിൽ. P. പത്മരാജനും ജോൺ പോളും പാറപ്പുറവും തോപ്പിൽ ഭാസിയും ഒക്കെ ഇക്കാലയളവിൽ IV ശശിക്കായി തിരക്കഥാരചന നടത്തിയെങ്കിലും ഷെരീഫിനോളം മനപ്പൊരുത്തമുള്ള തിരക്കഥാകൃത്ത് IV ശശിക്കുണ്ടായിരുന്നില്ല. അവളുടെ രാവുകളടക്കം തിരക്കഥ IV ശശിക്കായി എഴുതിയ രചയിതാവായിരുന്നു
എ ഷെരീഫ്. അദ്ദേഹം 24 സിനിമകൾ ഐ വി ശശിക്ക് വേണ്ടി തിരക്കഥ എഴുതി. അപ്പം 100 മലയാള സിനിമയിൽ 24 4 ഷെരീഫാണ് തിരക്കഥ എഴുതിയത്. കുടിവെള്ളം പ്രശ്നമാക്കിയ സിനിമയായിരുന്നു ഷെരീഫ് എഴുതിയ ഉത്സവം. എന്തായാലും വെള്ളത്തിൽ നമ്മൾ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റിനും വെള്ളത്തിൽ. ഇപ്പം കരുനാഗപ്പള്ളിയിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ചുറ്റിലും വെള്ളമാണ്, പക്ഷേ തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഷെരീഫ് ഐ വി ശശി എപ്പോഴും വിളിച്ചിരുന്നത് കുഞ്ഞെ എന്നായിരുന്നു. ഇതാ ഇവിടെ വരെ, വാടകയ്ക്കൊരു ഹൃദയം, കരിമ്പിൻ പൂവിനക്കരെ, കാണാമറയത്ത്, ഈ സിനിമകളുടെ തിരക്കഥ എഴുതിയത് പി പത്മരാജനാണ്. ഇണ, കൂടണയും കാറ്റ്, അതിരാത്രം, വെള്ളത്തൂവൽ എന്നിവ എഴുതിയത് ജോൺ പോളായിരുന്നു. മൃഗയെയും മുക്തിയും എഴുതിയത് ലോഹിതദാസായിരുന്നു. തൃഷ്ണ, അക്ഷരങ്ങൾ, ഉയരങ്ങളിൽ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, രംഗം, ഇത്രയും സിനിമകൾ എഴുതിയത് എം ടി ആയിരുന്നു. ഒരു കാലത്ത് എം ടി എഴുതുന്ന എല്ലാ തിരക്കഥയും ഐ വി ശശിക്ക് വേണ്ടിയായിരുന്നു. നീലഗിരി, ദേവാസുരം 2 സിനിമകൾ രഞ്ജിത്ത് എഴുതി. എന്നാൽ അനുഭവം, ആലിംഗനം, അയൽക്കാരി, അഭിനന്ദനം, ആശീർവാദം, അഞ്ജലി, അകലെ ആകാശം, അംഗീകാരം ഇതൊക്കെ എഴുതിയത് ഷെരീഫായിരുന്നു. അമേരിക്കയിൽ വെച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു, 7-ാം കടലിനക്കരെ. നല്ല സിനിമയാണ്, നല്ല രസമുള്ള പടമാണ്. ഈ സിനിമ ചെയ്യാനായിട്ട് ഐ വി ശശി അമേരിക്കയ്ക്ക് പോയി. ഒരേ സമയം മലയാളത്തിലും തമിഴിലും ചിത്രീകരിച്ച സിനിമയായിരുന്നു 7-ാം കടലിനക്കരെ. തമിഴിൽ ഒരേ വാനം ഒരേ ഭൂമി എന്നായിരുന്നു പേര്. എം ജി സോമന് പകരം, തമിഴിൽ എം ജി സോമന് പകരം ജയശങ്കറാണ് അഭിനയിച്ചത്. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും 2 ഭാഷയിലും ഒരേ നടന്മാർ തന്നെ. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതും ഷെരീഫാണ്. അടുത്ത സിനിമ KTC ഗ്രൂപ്പിന് വേണ്ടി, PV ഗംഗാധരന് വേണ്ടി, ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന് വേണ്ടി മനസാ വാച കർമ്മണ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് എഴുതാൻ ഷെരീഫിനെ ഏൽപ്പിച്ചിട്ടാണ് ഐ വി ശശി അമേരിക്കയിലേക്ക് പോയത്. ഇതാ ഇവിടെ വരെ സൂപ്പർ ഹിറ്റായതോടെ എം ജി സോമൻ സ്റ്റാറായി മാറിയ കാലമാണ്. ഇതാ ഇവിടെ വരെ ഐ വി ശശിയുടെ പടമാണല്ലോ. തിരക്കോട് തിരക്കായി, നിന്ന് തിരിയാൻ സമയമില്ലാത്തത്ര തിരക്കുണ്ട് അദ്ദേഹത്തിന്. നല്ല വേഷങ്ങൾ തുടരെ കിട്ടി. സ്വാഭാവികമായും തലക്കനം വരാം. ഒപ്പം ആൾ എം ജി സോമനും ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അദ്ദേഹം തലവേദനയായി തുടങ്ങി. പ്രേം നസീറിനെ പേടിക്കാത്ത ഐ വി ശശി എം ജി സോമനെ പേടിക്കുമോ? എൻ്റെ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന് ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വിശ്വൻ എന്ന കഥാപാത്രത്തിലൂടെ വലിയ നായകനായി അയാൾ തിരക്കോട് തിരക്കായെന്ന് പറഞ്ഞാൽ ഐ വി ശശി അംഗീകരിക്കില്ലല്ലോ. അമേരിക്കയിൽ എത്തിയ സമയം മുതൽ സോമൻ പ്രശ്നക്കാരനായിരുന്നു. വേഗം എന്നെ തീർത്ത് വിടണം, നാട്ടിൽ പലരും വെയിറ്റ് ചെയ്യുന്നു എന്നായിരുന്നു എം ജി സോമൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഐ വി ശശിക്ക് ആ പറച്ചിലൊട്ടും ഇഷ്ടമായില്ല. പടം ഒരു ഷെഡ്യൂൾ ആവുകയാണ്, അടുത്തൊരു ഷെഡ്യൂളിലൂടെ ഉണ്ട്. 2ാമത്തെ ഷെഡ്യൂളിന് ഞാൻ വരില്ല എന്ന് സോമൻ തറപ്പിച്ച് പറഞ്ഞു. ഇപ്പോൾ വന്നത് തന്നെ, ഇനി വരാൻ പറ്റില്ല. കാരണം 30 ദിവസവും 20 ദിവസമൊക്കെ വന്ന് ഇങ്ങനെ അമേരിക്കയിലൊക്കെ വന്ന് നിൽക്കാൻ എന്നെ കിട്ടില്ല. ആ 20 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ 5 സിനിമ ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിച്ചത്. അങ്ങനെ 2ാമത്തെ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്ന് സോമൻ തറപ്പിച്ച് പറഞ്ഞു. ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയാണ് എം ജി സോമനെ 2ാം ഷെഡ്യൂളിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. ഐ വി ശശിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. 7-ാം കടലിനക്കരയുടെ കുറേ ഭാഗം എം ജി സോമന് പകരം ഡൂപ്പിനെ നിർത്തി ചിത്രീകരിക്കേണ്ടി വരിക പോലും ചെയ്തു. നമുക്ക് മനസ്സിലാവില്ല, വളരെ ശ്രദ്ധാപൂർവം ഡൂപ്പിനെ വെച്ച്, ആ വിഗൊക്കെ വെച്ച് കുറേ സീനുകൾ അങ്ങനെ തീർക്കേണ്ടി വന്നു. കാരണം സോമനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി. 2ാം ഷെഡ്യൂളിൽ സഹകരിച്ച് എന്നാൽ പൂർണ്ണമാക്കാതെ സോമൻ നാട്ടിലേക്ക് പോകും മുമ്പ് ഐ വി ശശി പറഞ്ഞു, സോമൻ പൊയ്ക്കോളൂ, ഇനി നമ്മൾ തമ്മിൽ ഒരു സിനിമ ഉണ്ടാവില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. സോമൻ പൊയ്ക്കോളൂ, ഇനി നമ്മൾ തമ്മിലൊരു സിനിമ ഉണ്ടാവില്ല. സോമൻ കരുതി ശശി തമാശ പറഞ്ഞതാണെന്ന്. പക്ഷേ ഐ വി ശശി സീരിയസ് ആയിരുന്നു. പിന്നീടുള്ള 7 വർഷക്കാലം ഐ വി ശശിയുടെ ഒരു സിനിമയിൽ പോലും എം ജി സോമനെ സഹകരിപ്പിച്ചില്ല. പലരും സോമന് വേണ്ടി ഐ വി ശശിയോട് സംസാരിച്ചു, പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. എം ജി സോമൻ്റെ ഭാര്യ സുജാതയും ഐ വി ശശിയുടെ ഭാര്യ സീമയും നല്ല സുഹൃത്തുക്കളാണ്. ആ നിലയ്ക്ക് സീമയും ഐ വി ശശിയോട് സംസാരിച്ചു, പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. 1979 7-ാം കടലിനക്കരെ. 1987 അതായത് ഏറെക്കുറെ പറയാവുന്നത് 8 വർഷം കഴിഞ്ഞിട്ട് കമൽഹാസനെ നായകനാക്കി വ്രതം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. നല്ല സിനിമയൊന്നുമല്ല. ആ വ്രതം സിനിമ ചെയ്യുന്ന സമയത്ത് കമൽഹാസൻ
കമലഹാസൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഏറ്റവും മാനസികമായ അടുപ്പമുള്ളത് സോമനുമായിട്ടായിരുന്നു. കേരളത്തിൽ എവിടെ ഷൂട്ടിങ്ങിന് വന്നാലും തിരുവല്ലയിൽ പോയിട്ട് സോമൻ്റെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും താമസിച്ച് അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് സോമനുമായിട്ട് കളി പറഞ്ഞിരുന്നൊക്കെ അല്ലാതെ കമൽഹാസൻ പോവില്ല. അത്രയും മാനസികമായി അവർ തമ്മിൽ അടുപ്പമുണ്ട്. അങ്ങനെ അടുത്ത സുഹൃത്തായ സോമന് വേണ്ടി വേറൊരു സുഹൃത്തായ ഐ വി ശശിയോട് കമൽഹാസൻ ശുപാർശ ചെയ്തു, പിണക്കം മാറ്റണം, സോമനെ ഈ സിനിമയിൽ സഹകരിപ്പിക്കണം എന്ന് പറഞ്ഞു. കമൽഹാസനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഐ വി ശശി സമ്മതിച്ചു. അങ്ങനെ 8 വർഷത്തിന് ശേഷമാണ് ഐ വി ശശിയുടെ ഒരു സിനിമയിൽ വ്രതത്തിൽ സോമൻ സഹകരിക്കുന്നത്. അതിനുശേഷം സോമൻ്റെ മരണം വരെയും ഐ വി ശശിയുടെ സിനിമകളിൽ പിന്നെയും സഹകരിപ്പിച്ചു. എന്ന് മാത്രമല്ല, ജോൺ പോളും MG സോമനും ചേർന്ന് ഒരു സിനിമ നിർമ്മിച്ചു, ഭൂമിക. ആ സിനിമ സംവിധാനം ചെയ്തതും ഐ വി ശശിയായിരുന്നു. ഐ വി ശശി സിനിമകളിലേക്ക് ജയൻ നായകനായി വരികയാണ് ഈ സോമനുമായിട്ട് പിണങ്ങിയതിന് ശേഷം. അതിനും ഒരു കാരണമുണ്ട്. എനിക്കൊരു സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് പ്രശസ്ത നിർമ്മാതാവായ സുപ്രിയ ഫിലിംസിൻ്റെ ഹരിപ്പോത്തൻ ഐ വി ശശിയോട് ഭരതൻ്റെ പ്രയാണത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു റിക്വസ്റ്റ് വെച്ചു, നിങ്ങളടുത്ത് ചെയ്യുന്ന ഒരു സിനിമ എനിക്ക് ചെയ്തു തരണം, സുപ്രിയയുടെ ബാനറിലൊരു സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഐ വി ശശിയും കലാസംവിധാന രംഗത്ത് നിന്നും വന്ന ആളായതിനാൽ കലാസംവിധായകനായ ഭരതൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സെറ്റായതുകൊണ്ടാണ് ഐ വി ശശി അവിടെ ചെന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്ത് പത്മരാജനാണ്. ഹരിപ്പോത്തൻ എനിക്കൊരു സിനിമ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ സമീപത്തുണ്ടായിരുന്ന പത്മരാജനോട് ചോദിച്ചു, താങ്കളുടെ കയ്യിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഐ വി ശശി പത്മരാജനോട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കാം, എൻ്റെ കയ്യിൽ സബ്ജക്റ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് നോവലിൻ്റെ ത്രെഡ് വച്ചിട്ട് മലയാളത്തിൽ ചെയ്യാവുന്ന ഒരു കഥ പറഞ്ഞു. ഇത് നമുക്ക് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ നോവലിലുള്ള കഥയാണ്, പക്ഷേ നമുക്കത് മലയാളത്തിലാക്കി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് രസമുള്ള കഥയായതുകൊണ്ട് പത്മരാജൻ പറഞ്ഞു. ഐ വി ശശിയുമായി അടുത്ത ബന്ധമുള്ള കമൽ ആ പടത്തിൽ നായകനാവും എന്നുറപ്പിച്ചു. ഹരിപ്പോത്തൻ നിർമ്മിക്കുന്ന സിനിമയിൽ കമൽഹാസൻ നായകനാവും എന്നുറപ്പിച്ചു. കമൽഹാസൻ ആ സമയത്ത് ഡേറ്റ് ഉണ്ട്, ഐ വി ശശി ചോദിച്ചാൽ കൊടുക്കും. കമലിനോട് ഐ വി ശശി കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോഴാണ് കമൽഹാസൻ പറയുന്നു, ഞാനിപ്പോൾ അഭിനയിക്കുന്ന എൻ ശങ്കരൻ നായരുടെ മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയുടെ കഥയുമായി ഈ കഥയ്ക്ക് സാമ്യമുണ്ട്. കാരണം ശങ്കരൻ നായരും ലവ് സ്റ്റോറി വായിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. അതിൽ എന്താ പറയുക, ശങ്കരൻ നായരുടെ ഈ മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയിൽ കമൽഹാസൻ വരുന്ന നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ. കാരണം കമൽഹാസനും ശങ്കരൻ നായരും നല്ല ബന്ധമായിരുന്നു. നമ്മളിപ്പോൾ പടത്തിൻ്റെ ടൈറ്റിൽ പരിശോധിച്ചാൽ അതിൻ്റെ കഥയുടെ റൈറ്റ് എഴുതി കാണിക്കുന്നത് RC ശക്തിക്കും കമൽഹാസനുമാണ്. അപ്പോൾ ശങ്കരൻ നായരുടെ പേരിലാണ് വന്നത് സിനിമ. എന്തായാലും ലവ് സ്റ്റോറി ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഇതായി വിട വരെ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. ആ നോവൽ ശശി ഒന്ന് വായിച്ചു നോക്ക്, അത് മതിയെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പത്മരാജൻ പറഞ്ഞു. അപ്പോൾ ഈ ശശി അവളുടെ ഈ പുസ്തകം വായിച്ചു, ഏത് ഇതായി വിട വരെ വായിച്ചിട്ട് പറഞ്ഞു, ഇത് മതി ഇതെഴുതാം. ഈ സിനിമയും ഒരു പുതിയ നായകനെ വേണമെന്ന് ശശി ഉറപ്പിച്ചു. ഇതായി വിട വരെയിലും ഐ വി ശശി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന സോമനെ നായകനാക്കാൻ തീരുമാനിച്ചു. ഈ സിനിമയിൽ സോമനും ഹരിപ്പോത്തനും നല്ല സുഹൃത്തുക്കളാണ്. സോമൻ്റെ ആലസ്യമുള്ള കണ്ണുകൾ ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ സിനിമയിലെ വിശ്വൻ എന്ന ആൻറ്റി ഹീറോയുടെ വേഷത്തിന് നന്നായി ഇണങ്ങുമെന്ന് ഐ വി ശശിക്ക് ഉറപ്പായിരുന്നു. ഇതാ ഇവിടെ വരെയിലെ സോമൻ നടന്നു പോകുമ്പോൾ എങ്ങോട്ടാ ഇതാ ഇവിടെ വരെ എന്ന് പറയുന്ന മനോഹരമായ ഒരു എന്താ പറയുക റിവഞ്ചിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിക്കുന്ന ഒരു സബ്ജക്റ്റാണല്ലോ, നല്ല സിനിമയല്ലേ. ഒരു നാൾ ഐ വി ശശിക്ക് എന്താ പറയുക നല്ല മസിലൊക്കെ ഉള്ള ഒരാളെ ഹരിപ്പോത്തൻ പരിചയപ്പെടുത്തി. ഇതാ ഇവിടെ വരെയുടെ ചർച്ച കാസ്റ്റിങ്ങും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ചർച്ച നടന്നിട്ടിരിക്കുമ്പോൾ നല്ല മസിൽ മേനായ ഒരാളെ കൊണ്ടുവന്ന് ഹരിപ്പോത്തൻ പരിചയപ്പെടുത്തി. എൻ്റെ സുഹൃത്താണ് എങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വേഷം എൻ്റെ ഈ സുഹൃത്തിന് കൊടുക്കണമെന്ന് ഹരിപ്പോത്തൻ റിക്വസ്റ്റ് ചെയ്തു സംവിധായകനോട്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ ശേഷമാണോ സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരുന്നതെന്ന് ഐ വി ശശി ചോദിച്ചു. സോമൻ അവതരിപ്പിക്കുന്ന വിശ്വനാഥൻ എവിടുന്നോ ആ പുഴയോര ഗ്രാമത്തിലേക്ക് വരുന്നതാണ്. വിശ്വൻ തോണിയിലാണ് മറുവശത്തുള്ള ഗ്രാമത്തിലെത്തുന്നത്. ആ തോണിക്കാരൻ്റെ വേഷം ഹരിപ്പോത്തൻ്റെ ഈ സ്നേഹിതനും ഈ മസിൽമാന് കൊടുക്കാമെന്ന്
ഐ വി ശശി തീരുമാനിച്ചു. ആ മസിൽമാനാണ് പിന്നീട് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നായകനായി വളർന്ന ജയൻ. ഏഴാം കടലിനക്കരയ്ക്ക് മുമ്പ് ചെയ്തു വെച്ച മനസാ വാച കർമ്മണ എന്ന് പറഞ്ഞ സിനിമ ഇൻ്റർവെൽ മാത്രമേ ഷെരീഫ് എഴുതിയുള്ളൂ. അത് ഏകലവ്യൻ എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ നോവലാണ്. ഇൻ്റർവെൽ വരെ എഴുതിയ ശേഷം എന്തുകൊണ്ടോ ഐ വി ശശിയുമായിട്ട്, അതെനിക്ക് തോന്നുന്നു ഈ അവളുടെ രാവുകൾ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തതിൻ്റെ എന്തോ സാമ്പത്തിക പ്രശ്നമോ അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ മനസ്സുകൊണ്ട് അവർ രണ്ടുപേരും 24 സിനിമ എഴുതിയവരാണ്, അകന്നുപോയി. ഇതിനിടയിലാണ് മനസാ വാച കർമ്മണ കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ള കഥ ഫിക്സ് ചെയ്തത്. അതിൻ്റെയും തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചിട്ടാണ് ഐ വി ശശി ഏഴാം കടലിനക്കരെ എടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് പോയത്. ഈ മാനസികമായ അകൽച്ച കൊണ്ടായിരിക്കണം അടുത്ത് ചെയ്യാൻ വെച്ചിരുന്ന കഥ, ഈ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് വച്ചിരുന്ന കഥ ഷെരീഫ് PG വിശ്വംഭരന് കൊടുത്തു. അതാണ് ഇതാ ഒരു തീരം എന്ന് പറഞ്ഞ MG സോമൻ ജയഭാരതി അഭിനയിച്ച സിനിമ. ശരിക്കും വിവരമറിഞ്ഞ ശശിക്ക് വലിയ വിഷമമായി. ചർച്ച ചെയ്ത് കഥ ഫിക്സ് ചെയ്ത് തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ പോകുന്നതിനിടയിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥ PG വിശ്വംഭരന് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ നമുക്കായാലും സ്വാഭാവികമായിട്ട് മനസ്സിൽ വിഷമം തോന്നും. മനസാ വാച കർമ്മണയുടെ 2ാം ഭാഗം എഴുതാതെ ഷെരീഫ് വലിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ KTCയുടെ PV ഗംഗാധരൻ ഐ വി ശശിയോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഈ കഥ ആദ്യം മുതൽ മറ്റൊരാളെ കൊണ്ട് എഴുതിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് PV ഗംഗാധരൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരാളാണ് ഐ വി ശശിക്ക് ഇടിവെട്ട് തിരക്കഥകൾ എഴുതി കൊടുത്ത T ദാമോദരൻ. ദാമോദരൻ മാഷും PV ഗംഗാധരൻ ബന്ധുക്കളാണ്. ഗംഗാധരൻ എന്ന ബിസിനസ് മാഗ്നറ്റിനെ സിനിമയിൽ എത്തിച്ചതിൽ ദാമോദരൻ മാഷിന് വലിയ പങ്കുണ്ട്. PV ഗംഗാധരൻ്റെ അച്ഛൻ PV സ്വാമി, അദ്ദേഹത്തിൻ്റെ സഹോദരി വിവാഹം കഴിച്ചത് ദാമോദരൻ മാഷിൻ്റെ തച്ചമ്പലത്ത് തറവാട്ടിലേക്കായിരുന്നു. ദാമോദരൻ മാഷ് കോഴിക്കോട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഫുട്ബോൾ കളിയുടെ കമൻറ്റേറ്ററും സംഘാടകനുമൊക്കെ ആയിരുന്നു. സംവിധായകൻ ഹരിഹരൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് റോട്ടറി ക്ലബിനായി ഒരു സ്റ്റാർ നൈറ്റ് സംഘടിപ്പിച്ചു. ഒട്ടുമിക്ക താരങ്ങളും അതിഥികളായി ഈ സ്റ്റാർ നൈറ്റിൽ എത്തി. ദാമോദരൻ മാഷ് PV ഗംഗാധരന് ഹരിഹരനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇവരെല്ലാം കോഴിക്കോട്ടുകാരാണ്. പരിചയപ്പെടുത്തി കൊടുത്തു. കോഴിക്കോട് തളി ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ഹരിഹരൻ ജോലി ചെയ്യുന്ന കാലമാണ് 1962-63 കാലം. ധാരാളം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ദാമോദരൻ മാഷിനെ പരിചയപ്പെടുന്നവരാരും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ദാമോദരൻ മാഷ്. ഏതു സദസ്സിലും ഏതു വേദിയിലും ആരുടെ മുന്നിലും തനിക്ക് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊന്നുകളഞ്ഞാലും മാഷ് പറയും. അതാണ് മാഷിൻ്റെ ഒരു പ്രത്യേകത. ഒരു അസാമാന്യ ധൈര്യശാലിയായിരുന്നു T ദാമോദരൻ. നിരവധി അമച്ചർ നാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്ന മാഷ് രാജ തിയേറ്റേഴ്സ്, മ്യൂസിക്കൽ തിയേറ്റേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽ തിയേറ്ററുകൾക്കും നാടകം എഴുതുന്ന കാലമായിരുന്നു. ഉടഞ്ഞ വിഗ്രഹങ്ങൾ, ആര്യൻ അനാര്യൻ, യുഗസന്ധ്യ, നിഴലുകൾ, വഴിയമ്പലം മുതലായ പ്രശസ്തമായ നാടകങ്ങൾ എഴുതിയ ആളായിരുന്നു T ദാമോദരൻ. അധ്യാപക കുപ്പായം അഴിച്ചുവെച്ച് ഹരിഹരൻ തളി സ്കൂളിലുണ്ടായിരുന്ന ജോലിയൊക്കെ രാജിവെച്ചിട്ട് 1974 സിനിമാക്കാരനാകാൻ മദ്രാസിലേക്ക് പോയി ഹരിഹരൻ. ഹരസാറ് പോയത് സത്യം പറഞ്ഞാൽ പ്രേം നസീറിനെ ഔട്ടാക്കി നായകനാകാമെന്ന് പറഞ്ഞ് പോയതാണ്, അല്ല സംവിധാനം പഠിക്കാനല്ല പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത്തിരി കടുപ്പമാണ്, നടനാവാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം കൃഷ്ണൻ നായർ സാറിൻ്റെ അസിസ്റ്റൻ്റായി മാറുന്നത്. അയലത്ത് സുന്ദരി, ലേഡീസ് കോളേജ് ഗേൾ എന്നീ സിനിമകൾക്ക് ശേഷം ഹരിഹരൻ ലവ് മാരേജ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുകയാണ്. അതിൻ്റെ സംഭാഷണം എഴുതാനായി ദാമോദരൻ മാഷിനെ മദ്രാസിലേക്ക് ക്ഷണിച്ചു. പിന്നാലെ പമ്മൻ എഴുതിയ അമ്മിണി അമ്മാവൻ എന്ന് പറഞ്ഞ നോവലിനെ തിരക്കഥയാക്കാനും ദാമോദരൻ മാഷിനെ ഏൽപ്പിച്ചു. അമ്മിണി അമ്മാവൻ സൂപ്പർ ഹിറ്റായ സിനിമയാണ്, ചിരിച്ചു മണ്ണ് നല്ല സിനിമയാണ്. അങ്ങനെ ദാമോദരൻ മാസ്റ്റർക്ക് തിരക്കഥാ രംഗത്ത് തിരക്കേറി എന്ന് പറയാം. ആ ദാമോദരൻ മാസ്റ്ററെ PV ഗംഗാധരൻ ഐ വി ശശിക്ക് പരിചയപ്പെടുത്തി. തിരക്കഥ മനസാ വാച കർമ്മണ നിർമ്മിച്ചിരിക്കുന്നത് KTC ഗ്രൂപ്പാണ്, ഗൃഹലക്ഷ്മിയാണ്. അപ്പോൾ തിരക്കഥയുടെ ആദ്യ ഭാഗം മുതൽ മാറ്റി എഴുതാം എന്നായി മാഷ്. അല്ലാതെ ഷെരീഫ് ഇൻ്റർവെൽ എഴുതി വെച്ചതിൻ്റെ ബാക്കി എഴുതണ്ട, ഞാൻ ആദ്യം മുതൽ മാറ്റി എഴുതാം എന്ന് പറഞ്ഞു. PV ഗംഗാധരനും അത് സമ്മതിച്ചു, കാരണം നിർമ്മാതാവല്ലേ, അദ്ദേഹവും സമ്മതിച്ചു. 5 ദിവസം കൊണ്ട്, വെറും 5 ദിവസം കൊണ്ട് മനസാ വാച കർമ്മണ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ തിരക്കഥ എഴുതി ദാമോദരൻ മാഷ് ഐ വി ശശിയെ ഏൽപ്പിച്ചു.
ചിത്രീകരിക്കാൻ നല്ല സുഖം തോന്നുന്ന എഴുത്ത് ശൈലി, വേഗത്തിൽ തിരക്കഥ പൂർത്തിയാക്കാനുള്ള മിടുക്ക്, ഇതൊക്കെ ദാമോദരൻ മാഷിനുള്ളത് ഐ വി ശശിക്ക് ഇഷ്ടപ്പെട്ടു. ഏകലവിൻ്റേതാണ് മനസാവാച കർമ്മണയുടെ എന്താ പറയുക കഥ. തിരക്കഥ ഷെരീഫിൻ്റെയും മാഷിൻ്റെയും പേര് വയ്ക്കാം, അല്ലെങ്കിൽ തിരക്കഥ ഷെരീഫും സംഭാഷണം ടി ദാമോദരനും എന്ന് വയ്ക്കാനും, അല്ല ഇനി തിരിച്ചിടണമെങ്കിൽ തിരക്കഥ ദാമോദരൻ മാഷ്, സംഭാഷണം ഷെരീഫ് എന്ന് വയ്ക്കാനും ഐ വി ശശി സമ്മതിച്ചു. പക്ഷേ മാഷ് സമ്മതിച്ചില്ല. അതാണ് ദാമോദരൻ മാഷ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ തിരക്കഥ എഴുതാൻ വെച്ചത് ഷെരീഫിനെയല്ലേ, അദ്ദേഹത്തിനെ വിഷമമാക്കണ്ട, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വച്ചാൽ മതി എന്നായിരുന്നു മാഷ് പറഞ്ഞത്. ഷെരീഫ് ഐ വി ശശിയുമായിട്ട് പിണങ്ങിപ്പോയ ശേഷം 1988 അനുരാഗി എന്ന് പറഞ്ഞൊരു പടത്തിന് വീണ്ടും എഴുതി. പക്ഷേ ആ ടീം പിന്നെ മുന്നോട്ട് പോയില്ല. ഏഴാം കടലിനക്കരയെ തുടർന്ന് ഐ വി ശശി സംവിധാനം ചെയ്യുന്ന സിനിമ ജയൻ നായകനായ കാന്തവലയമാണ്. ഈ സിനിമയിൽ നിന്നാണ് ആദ്യമായി MG സോമനെ ഒഴിവാക്കുന്നത്. കാന്തവലയത്തിൽ ജയേട്ടൻ മനോഹരമായി പെർഫോം ചെയ്ത സിനിമയായിരുന്നു. നിർമ്മാതാവിനോട് ഐ വി ശശി പറഞ്ഞത്, ജയൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, ഇതാ ഇവിടെ വരെ കഴിഞ്ഞതോടെ ഐ വി ശശിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ജയൻ. ആ നടനെ നമുക്ക് കാന്തവലയത്തിലെ നായകനാക്കാമെന്ന് ഐ വി ശശി പറഞ്ഞ അക്കാലത്ത് പിന്നെ എതിർവാക്കാരും പറയില്ല. കാന്തവലയം എന്ന് പറഞ്ഞ സിനിമയിൽ, അല്ലെങ്കിൽ ഇതാ ഇവിടെ വരെയിൽ ഈ ചെറിയ വേഷം ചെയ്തതിന് ശേഷം മദ്രാസിലെത്തിയാൽ ജയൻ നേരെ ഐ വി ശശിയുടെ വീട്ടിൽ ചെല്ലും. അതോടെ അവർ തമ്മിൽ നല്ല അടുപ്പക്കാരായി. സോമനുമായിട്ടുള്ള പിണക്കം ഒരു നിമിത്തമായി മാറി. കാന്തവലയത്തിലെ നായകൻ ശ്രദ്ധേയനായി. കാന്തവലയം ഇനി നിങ്ങൾ ഒന്നുകൂടി ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കണം. അതിലൊക്കെ നായകന് പേര് പോലും ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതേപോലെ ആ സിനിമയിൽ ശ്രദ്ധേയമായൊരു ഡയലോഗുണ്ട്. അതിൽ രവികുമാറിനോടാണ് പറയുന്നതെന്ന് തോന്നുന്നു. രവികുമാറിൻ്റെ സഹോദരിയോ ഭാര്യയോ ആണ് സീമയെ കൊണ്ടുവന്ന് എവിടെയോ ഒരിടത്ത് കൊണ്ടുവന്ന് കാറിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ജയൻ കാറിൽ കയറി പോകുമ്പോൾ രവികുമാർ തടയും. അപ്പോൾ ആ പോയത് ആരാണെന്നറിയാമോ എന്ന് രവികുമാർ ചോദിക്കുമ്പോൾ തിയേറ്ററിൽ കിടുങ്ങുന്ന കയ്യടി വാങ്ങിയൊരു ഡയലോഗുണ്ട്. ഞാൻ പല ടാക്സി കാറുകളിലും കയറാറുണ്ട്, പക്ഷേ അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കാറില്ല എന്നായിരുന്നു ആ ഡയലോഗ്. ഇപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട കാന്തവലയത്തിലെ ഈ ഡയലോഗ് എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്നു. ശരപഞ്ചരത്തിൽ വില്ലൻ ഇമേജിൽ തിളങ്ങിയ ജയൻ കാന്തവലയത്തോടെ നായകനായി മാറി, തിരക്കിലേക്ക് മാറി എന്ന് പറയാം. മനസാവാച കർമ്മണ വലിയ വിജയമായതിൻ്റെ പിന്നാലെ ഗൃഹലക്ഷ്മി അടുത്ത സിനിമ തുടങ്ങാൻ പ്ലാനിട്ടു. കോഴിക്കോട് അങ്ങാടിയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് ദാമോദരൻ മാഷൊരു കഥ പറഞ്ഞു. നമ്മൾ അടുത്ത് ചെയ്യുന്ന സിനിമ ഇങ്ങനെ ആവട്ടെ, ഇതുവരെ ആരും ചെയ്യാത്ത ഒരു അങ്ങാടിയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞ് ദാമോദരൻ മാഷൊരു കഥ പറഞ്ഞു. ചെറുതും വലുതുമായ 10-40 കഥാപാത്രങ്ങൾ, വലിയ ആൾക്കൂട്ടങ്ങൾ, അങ്ങാടി, ചെറിയ ബജറ്റിലൊന്നും നിൽക്കാത്ത ഒരു വലിയ ഫ്രെയിമിൽ ചിത്രീകരിക്കേണ്ട സബ്ജക്റ്റാണ്. നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ ഞാൻ എഴുതാം എന്നായി ദാമോദരൻ മാഷ്. ഐ വി ശശി ദാമോദരൻ മാഷ് കൂട്ടുകെട്ട് ആദ്യമായി തിരക്കഥ എഴുതിയ പടം ആറാട്ടായിരുന്നു. അത് ഈ മനസാവാച കർമ്മണ കഴിഞ്ഞ് അടുത്ത് ചെയ്ത ആറാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ അതിലും നിരവധി കഥാപാത്രങ്ങളായിരുന്നു. ഈ പടക്ക കച്ചവടക്കാർ, പടക്കങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു ആറാട്ട്. വേണമെങ്കിൽ അങ്ങാടിയുടെ ഒരു ട്രയൽ റണ്ണായിരുന്നു ആറാട്ടം എന്ന് പറയാം. നമ്മളിങ്ങനെ ഒരു ടീമായിട്ട് ഈ ഒരുപാട് കഥാപാത്രങ്ങളെ വെച്ച് സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ റൺ എന്ന് വേണമെങ്കിൽ ആറാട്ടിനെ പറയാം. വെടിക്കെട്ടുകാരുടെ ജീവിതകഥ പറഞ്ഞ ആറാട്ട്. ഷോമ ആനന്ദ് എന്ന് പറഞ്ഞ ഹിന്ദി നടിയായിരുന്നു അതിലെ നായിക. അവർ കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്. അവരെ ബാലങ്കി നായർ ബലാത്സംഗം ചെയ്യുന്ന ഒരു ക്രൂരമായ സീനൊക്കെ ഉള്ളൊരു സിനിമ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കോഴിക്കോട് അങ്ങാടിയിലെ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും ജീവിതവും അവർ തമ്മിലുള്ള സംഘർഷങ്ങളും കുടുംബ ബന്ധങ്ങളിലെ ശിഥിലതയും താളക്കുഴപ്പങ്ങളും രാഷ്ട്രീയവും വ്യഭിചാരവും സ്നേഹവും പകയും ചതിയും എല്ലാം കൂടി ചേർന്ന കഥയായിരുന്നു ദാമോദരൻ മാഷ് അങ്ങാടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. സമ്മതിക്കണം കേട്ടോ. കണക്ട് ചെയ്ത് ആ സബ്ജക്റ്റ് പടം തീരുന്നത് വരെ നമ്മൾ അറിയാതെ തിയേറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ വേണമെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ പറയാം. അങ്ങാടി റിലീസ് ചെയ്ത ദിവസം എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഷോ കാണണമെന്ന് പറഞ്ഞ് തള്ളി ക്യൂവിൽ നിന്ന് വേർത്തൊലിച്ച് ശ്രീപത്മനാഭ തിയേറ്ററിൽ ടിക്കറ്റിന് ഞാൻ കൈയിടുന്നതിന് 2-3 ആളിന് മുമ്പ് വെച്ച് പടം ഹൗസ്ഫുള്ളായി. അന്ന് നമ്മൾ 75 പൈസയ്ക്ക് വേറെ ആരും മുമ്പേ ഇരുത്തില്ല, ഏറ്റവും മുൻപ് ഇരുന്ന് കാണുന്ന കാലമാണ്. അങ്ങനെ നിരാശനായി നാളെ കാണാം, സെക്കൻഡ് ഷോ ഒന്നും കാണാൻ പറ്റില്ല കാലത്ത്, വീട്ടിൽ അന്വേഷിക്കില്ലേ. അങ്ങനെ തിരിച്ചു പോകാനായിട്ട് പത്മനാഭ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ബസ്സിന് ഇങ്ങനെ നിൽക്കുമ്പോൾ
ഒരു അംബാസഡർ കാർ വന്ന് എൻ്റെ മുന്നിൽ നിന്നു. പത്മനാഭ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കണേ. ആ കാറിലിരുന്ന ഫ്രണ്ടിലിരുന്ന ഒരാൾ പത്മനാഭ തിയേറ്ററിലെ ഗേറ്റിലേക്ക് നോക്കി. അവിടെ ഹൗസ്ഫുൾ എന്ന് ബോർഡ് തൂക്കിയിരിക്കുന്നു. മേളിലേക്ക് നോക്കി, അങ്ങാടി എന്ന് എഴുതി വച്ചിരിക്കുന്നു. അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞ് പുറകിൽ സൈഡിലിരിക്കുന്ന ആളിനെ ഇങ്ങനെ നോക്കി. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ച്, അയ്യോ ഇത് ജയനല്ലേ എന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യം വന്നു. ഞാൻ അതുവരെ മനസ്സിലാക്കിയില്ല. പുറകിരിക്കുന്നത് ജോസാണ്. ഞാൻ സ്ഥലകാല ബോധമില്ലാതെ ജയേട്ടാന്ന് വിളിച്ചു. അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നവരെല്ലാം ശ്രദ്ധിക്കുമ്പോൾ കാറിൽ ജയനാണ് ഇരിക്കുന്നുണ്ടപ്പോൾ എല്ലാവരും കൂടെ വന്ന് കാറിൻ്റെ ചുറ്റും കൂടിയപ്പോൾ അദ്ദേഹം ഒരു ചിരി ചിരിച്ചത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടേ ഇല്ല. അതായത് ഫ്രീസായി എങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് വലിഞ്ഞിട്ട് അവിടെ നേരെ ട്രാൻസ്പോർട്ട് ഗ്യാരേജിൻ്റെ അതിലേ ഓടി ആ റോഡിൻ്റെ അവിടെ പോയി നിന്നു. കാരണം ഈ കാർ ഇവിടുന്ന് ആൾക്കൂട്ടം ബഹളമൊക്കെ ആകുമ്പോൾ കാറെടുത്ത് കറങ്ങി വരുമ്പോൾ എനിക്ക് അവിടെ വെച്ച് ഒന്നുകൂടി ജേട്ടനെ നന്നായിട്ട് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റാൻഡ് വഴി ഓടി ഗ്യാരേജിൻ്റെ അതിലേ കൂടെ അവിടെ പോയി നിന്നു. അവിടെ പോയി നിന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ കാർ ഇങ്ങനെ വരികയാണ്. ആ വളവ് തിരിഞ്ഞ് ബാബ സ്റ്റുഡിയോയുടെ അതിലേക്ക് കറങ്ങി വരുന്നത് കാണാം. ഞാനവിടെ നിന്നു. ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ സിനിമ എന്തൊരു ആവേശമായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാർ എൻ്റെ അടുത്തെത്തത് ഞാൻ ജയേട്ടനെ നോക്കി വീണ്ടും ടാറ്റ കാണിച്ചു. അദ്ദേഹവും കൈ കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ കാറിങ്ങനെ ഓടിപ്പോവാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുമ്പോൾ സിഗ്നലുണ്ടല്ലോ. ചിലപ്പോൾ അവിടെ ഒരു എൻ്റെ ഭാഗ്യത്തിന് ഒരു 10-30 സെക്കൻഡ് നിന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ കാറിൻ്റെ പുറകെ ഓടുകയാണ്. ആർക്കും മനസ്സിലാവില്ല ഇതാ ഈ ചെറുക്കൻ എന്തിനാണ് ഓർഡറാകുന്നത്. ഓടി എന്താ പറയുക, ഗണപതി കോവിലിൻ്റെ മുന്നിൽ എത്താറായപ്പോൾ അവിടെ സിഗ്നൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ കൈ കാണിക്കുന്നതാണെന്നുണ്ട്. എന്തായാലും കാറിനെ കൈ കാണിച്ച് തിരിച്ചു വിട്ടു. അപ്പോൾ ആ കാർ എന്തെന്ന് അറിയാം, ആ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്തു, സെൻട്രൽ തിയേറ്റർ റോഡിലേക്ക് എടുത്തു. ഞാൻ കൂടെ ഓടി. എത്ര സ്പീഡിൽ ഓടിക്കാണെന്ന് ആലോചിച്ചു. വൈകുന്നേരം ആയതുകൊണ്ടേ ഈ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കാറിന് വലിയ സ്പീഡിൽ ഓടാൻ പറ്റില്ല. ഞാൻ പക്ഷേ അതിൻ്റെ ഇരട്ടി സ്പീഡിൽ ഓടുകയാണ്. ഓടി സെൻട്രൽ തിയേറ്ററിന് മുന്നിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു തീനാളങ്ങളാണെന്ന് തോന്നുന്നു അവിടെ കളിക്കുന്നത്. അങ്ങനെ ഏതോ അന്തപുരം അതുപോലെയുള്ള ഏതൊരു പടം ജയനും നസീർ സാറും ഉള്ളതോ ജയനുണ്ട് എന്തായാലും ആ പടത്തിൽ. അവിടെ അവർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു കാറ് വരുമെന്ന്. കാറ് സെൻട്രൽ തിയേറ്ററിൻ്റെ മുന്നിലെത്തിയതും ഗ്രില്ല് വലിച്ചു നീക്കി കാറകത്ത് കയറ്റി ഗ്രില്ലങ്ങ് പൊട്ടി. അതിൽ നിന്ന് ജയേട്ടൻ ഇറങ്ങിയപ്പോൾ പത്മനാഭ തിയേറ്ററിൻ്റെ വെച്ച് ജയേട്ടാ എന്ന് വിളിച്ച ആ ഞെല്ലി ചെറുക്കൻ ഇതാ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജയേട്ടാ എന്ന് വിളിക്കുന്നു ഞാൻ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം എന്നെ നോക്കി നടന്നു പോകുന്നതിനിടയിൽ തന്നെ ഇങ്ങനെ ടാറ്റ കാണിച്ചിട്ട് സെൻട്രൽ തിയേറ്ററിനകത്തേക്ക് കയറിപ്പോയി. എനിക്ക് ജീവിതത്തിൽ ഞാനത് മറക്കില്ല. അങ്ങാടി കാണാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ എനിക്കങ്ങ് പോയി. കാരണം അങ്ങാടി കാണാൻ ഞാൻ തിയേറ്ററിൽ ഇരുന്നെങ്കിൽ ജീവനോടെ ജയേട്ടനെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക വല്ലാത്ത സന്തോഷം തോന്നും. അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ ചിരി, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ച ആ ചിരി ഞാൻ ജീവിതത്തിൽ മരിക്കുന്നവരെയും മറക്കില്ല. അപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡായ ഒരു അങ്ങാടിയുടെ കഥയാണ് സിനിമയൊക്കെ തീരുമാനിച്ചത്. അതുവരെ മലയാള സിനിമയിൽ പറയാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തിരശീല നിറയെ കഥാപാത്രങ്ങൾ വന്നു പോകുന്ന സിനിമ. അക്ഷരാഭ്യാസം ഇല്ലാത്തവന്മാരാണ് അങ്ങാടിയിലെ ചുവടെടുപ്പുകാർ എന്ന വിശ്വാസത്തെ പൊളിച്ചടിക്കിയ സിനിമയായിരുന്നു അങ്ങാടി. പണത്തിൻ്റെ ഹൂങ്കിൽ അങ്ങാടി പിള്ളേർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണെന്ന് അഹങ്കരിക്കുന്നവരുടെ ചെകിട്ടത്ത് പൊട്ടിക്കുന്ന സീനായിരുന്നു. ചുമട്ടു തൊഴിലാളിയായ ബാബുവും മുതലാളിയുടെ മകൾ സിന്ധു, മകൻ ബിജുവും കൂടി കാറിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വഴക്ക് സീൻ. അവിടേക്ക് വരുന്ന സിന്ധുവിൻ്റെ മുറച്ചെറുക്കൻ ഇൻസ്പെക്ടർ രവിയോട് ബിജു പരമപുച്ഛത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടുനിന്ന ബാബു ഇംഗ്ലീഷിൽ മറുപടി പറയുന്നത് തിയേറ്ററിൽ അയ്യോ പത്മനാഭ തിയേറ്ററൊക്കെ പൊളിച്ചടുക്കുന്ന കയ്യടിയായിരുന്നു. ബാബുവിൻ്റെ സുഹൃത്തായ ഗോപിയുടെ മുഖത്തെ അന്താളിപ്പ് തിയേറ്ററിലെ പ്രേക്ഷകനുണ്ടായിരുന്നു. സുകുമാരനാണ് ഗോപിയായിട്ട് അഭിനയിച്ചത്. കൂടെ ചുമടെടുക്കുന്ന ബാബു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കാറിലിരിക്കുന്ന സീമയും രവികുമാറിനെയും നോക്കിയിട്ട് കൈയൊക്കെ മുഷ്ടിയൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നത് ഗോപി എന്ന് പറഞ്ഞ ചുമട്ട് തൊഴിലാളി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരിതുണ്ട്. എൻ്റെ കൂടെ കിടക്കുന്ന ഇവൻ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവനായിരുന്നോ എന്ന് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. അങ്ങാടി എന്ന സിനിമ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നിപ്പിച്ച സീനുകളിൽ ഒന്നായിരുന്നു ബാബുവിൻ്റെ ഇംഗ്ലീഷിലുള്ള മറുപടി. വാട്ടിറ്റു വേണ്ട, ഞാൻ അത് പറഞ്ഞ് ശരിയാവില്ല. ആ ബഗേഴ്സ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടാൽ മേ ബി വി ആർ പുവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ട് കുലി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് ചോദിച്ച് അപ്പോഴൊക്കെ രാഘവൻ്റെയും സീമയുടെയും രവികുമാറിൻ്റെയൊക്കെ മുഖം കാണിക്കുന്നതാണ് കാണാൻ.
ഭയങ്കരമായി എന്താ പറയുക കയ്യടി നേടിയ പ്രേക്ഷകനെ ഞെട്ടിപ്പിച്ച ഡയലോഗുകളായിരുന്നു അങ്ങാടിയിൽ ജയേട്ടൻ പറഞ്ഞ ആ ഇംഗ്ലീഷ് ഡയലോഗ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഒരു ചുമട്ട് തൊഴിലാളിയുടെ അഭിമാനമായി മാറി എന്താ പറയുക ജയേട്ടൻ്റെ ആ ഇംഗ്ലീഷ് ഡയലോഗ്. തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. സിന്ധു ആയത് ഞാൻ പറഞ്ഞല്ലോ സീമയാണ്, മുറച്ചെറുക്കൻ SI രവി ആയത് രാഘവനായിരുന്നു, ബിജു എന്ന് പറഞ്ഞ തല്ലിപ്പൊളി മോഹനായി സഹോദരനായിട്ട് അഭിനയിച്ചത് രവികുമാറുമായിരുന്നു, തൊഴിലാളി നേതാവ് ബാബുവായിട്ട് ജയേട്ടനും തൊഴിലാളി നേതാവ് ഗോപിയായിട്ട് സുകുമാരനും. ഇത്തരത്തിലുള്ള ഈ ഇംഗ്ലീഷ് ഡയലോഗ് പോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഡ്രാമാറ്റിക് സീനുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു അങ്ങാടി. അച്ഛൻ്റെ രണ്ടാം ഭാര്യയുമായി മകൻ്റെ രഹസ്യ ബാന്ധവത്തിൻ്റെ ഒരു സീൻ ഈ സിനിമയിലുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച KPC സണ്ണിയായിരുന്നു അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച സുചിത്ര എന്ന നടിയായിരുന്നു. അവളുമായിട്ട് ഒരു കിടക്കറ മകൻ പങ്കിടുന്നത് അച്ഛൻ തന്നെ കാണേണ്ടി വരുന്ന ഒരു സീൻ. അതുവരെ ഒരു സിനിമയിലും ചിന്തിക്കാത്തതായിരുന്നു ദാമോദരൻ മാഷ് എഴുതി വച്ചത്. അതുപോലെ തന്നെ മാർവാടിയായ സേട്ടുവിൻ്റെ ഭാര്യ നീലവുമായിട്ട് തൊഴിലാളി നേതാവായ ഗോപിക്കുള്ള അവിഹിത ബന്ധം സേട്ട് നേരിട്ട് കാണുന്നത്, സർവ വകകളും നീലത്തിന് നൽകിയിട്ട് പടിയിറങ്ങുന്ന സേട്ടുവും തൊഴിലാളി നേതാവ് മുതലാളിയാവുന്ന സീനും പുതുമയുള്ള രംഗമായിരുന്നു. പ്രതാപചന്ദ്രനായിരുന്നു സേട്ടുമായിട്ട് അഭിനയിച്ചത്. നീലുമായിട്ട് അഭിനയിച്ചത് നന്ദിത ബോസായിരുന്നു. തൊഴിലാളിയിൽ നിന്ന് മുതലാളിയിലേക്ക് മാറുന്ന ഗോപി എന്ന് പറയുന്നത് സുകുമാരനായിരുന്നു. മക്കളെ ജന്മം നൽകിയതിനപ്പുറം ദ്രോഹിക്കാൻ മാത്രം ജീവിക്കുന്ന പിമ്പായ പെണ്ണുകൂട്ടിക്കൊടുപ്പുകാരനായ ബീരാൻ, പെങ്ങളെ ജീവനുപോലും സ്നേഹിക്കുന്ന അബു, നിഷ്കളങ്കയായ പെങ്ങൾ ഐഷ, അവൾ സ്നേഹിക്കുന്ന ഹനീഫയുമായി നിക്കാഹ് നിശ്ചയിച്ച ശേഷം ബാപ്പ തന്നെ മകളെ കൂട്ടിക്കൊണ്ടുപോയി ഒരുത്തനെ നശിപ്പിക്കാൻ കൊടുത്ത് ഒടുവിൽ സ്വന്തം ബാപ്പയെ കൊന്നിട്ട് ജയിലഴിക്കുള്ളിലാവുന്ന അബു. ബാലങ്കേ നായരായിരുന്നു ബാപ്പ. മകനായിട്ട് കുതിരവട്ടം പപ്പു മനോഹരമായി പപ്പുവേട്ടൻ ചെയ്ത പടമായിരുന്നു. അംബികയായിരുന്നു എന്താ പറയുക പാവപ്പെട്ട നിഷ്കളങ്കയായ ഐഷ. ജോസായിരുന്നു കാമുകനായിട്ട് അഭിനയിച്ചത്. പണം കൊണ്ട് എന്ത് നേടാമെന്ന് ധരിച്ച വിശ്വനാഥൻ മുതലാളി, പണത്തിൻ്റെ ഹൂങ്കിൽ ജീവിച്ച മകൻ ബിജു, അച്ഛൻ്റെയും സഹോദരൻ്റെയും ഇടയിൽ സ്നേഹത്തിനായി കൊതിച്ച മുറച്ചെറുക്കനായ SI രവിയെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബാബുവിനോടൊപ്പം പോകുന്ന സിന്ധു. ഇതായിരുന്നു അടുത്ത ഒരു ടീം. ഇങ്ങനെ വ്യത്യസ്ത ജീവിത പശ്ചാത്തലം. അതിൽ ഈ പറയുന്ന എന്താ പറയുക പണത്തിൻ്റെ ഹൂങ്കിൽ ജീവിച്ച വിശ്വനാഥൻ മുതലാളിയായിട്ട് KPC സണ്ണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളായിട്ട് സീമയും മകനായിട്ട് രവികുമാർ, മുറച്ചെറുക്കനായ SI ആയിട്ട് രാഘവനും. ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലമുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു തിരക്കഥയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഹരമായ സിനിമയായിരുന്നു അങ്ങാടി. വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമ, ജയനെ സൂപ്പർ താരമാക്കിയ സിനിമ. നിരവധി കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഒരാളിൻ്റെയും പ്രാധാന്യം കുറവില്ലാതെ ഫ്രെയിമുകൾ തീർക്കാൻ തനിക്കാവുമെന്ന് IV ശശി ആദ്യമായി തെളിയിച്ച സിനിമയാണ് എന്താ പറയുക അങ്ങാടി. ശങ്കരാടിയും കുഞ്ചനും സുകുമാരിയും ഭാസ്കരക്കുറുപ്പും കുഞ്ഞാണ്ടിയും കുട്ടിയിടത്ത് വിലാസിനിയും ശാന്താദേവിയും സുരേഖയും വാസുപ്രദീപും അടക്കം നെല്ലിക്കോട് ഭാസ്കരൻ, അനുരാധ, സിൽക്ക് സ്മിത, മാസ്റ്റർ സുരേഷ്, ഇങ്ങനെ ഒരു 10-40 കഥാപാത്രങ്ങളെ വച്ചാണ് അങ്ങാടിയുടെ തിരക്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിനിമയുടെ വിജയത്തിന് വലിയ സഹായമായതായിരുന്നു ഇതിലെ 3 പാട്ടുകൾ. 3 പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. കുതിരോട്ടം പപ്പുവിന് പാടാൻ വേണ്ടി യേശുദാസ് പാടിയ പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കളിക്ക് എന്നുള്ള പാട്ട് ശരിക്കും പപ്പു ആശാൻ പാടുന്നത് പോലെ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. അതുപോലെ ജയൻ കഞ്ഞി കുടിക്കുന്നിടത്ത് വരുന്ന സീമയ്ക്ക് കഞ്ഞി വേണമെന്ന് ചോദിച്ചിട്ട് പനിയാവുമ്പോഴാണോ കഞ്ഞി കുടിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ അവരുടെ ഒരു പ്രേമം തുടങ്ങുന്നിടത്ത് കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്ന് പറഞ്ഞ് യേശുദാസും ജാനകിയമ്മയും പാടിയ മനോഹരമായ ഒരു പാട്ട്. പിന്നെ കന്നിപ്പളുങ്കെ പൊന്നിങ്കിനാവേ സുന്ദരി പൊന്നാരെ കൺമണിക്കെന്തിനി കള്ളപ്പരിഭവം കല്യാണ രാവല്ലേ എന്ന് ചോദിക്കുന്നൊരു മാപ്പിള ഗാനം. അങ്ങനെ അങ്ങാടിയിലെ 3 പാട്ടുകൾ ബിച്ചു തിരുമലയായിരുന്നു എഴുതിയത്, ശ്യാമായിരുന്നു സംഗീതം. മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ ശ്രദ്ധേയമായ ഗാനങ്ങളുടെ ട്യൂൺ തൻ്റെ സിനിമയിലെ പാട്ടുകൾക്ക് വേണമെന്ന് ശടിക്കുന്ന സംവിധായകനായിരുന്നു IV ശശി. ഇപ്പോൾ എന്താ പറയുക അവളുടെ രാവുകളിലെ ഒരു പാട്ട് രാഗേന്ദ്രകിരണങ്ങൾ ഒളി വീശിയില്ല എന്നുള്ളത് ഹിന്ദിയിൽ നിന്ന് ട്യൂൺ മോഷ്ടിച്ചതാണ്. പക്ഷേ എല്ലാ പഴിയും കിട്ടിയത് AT ഉമ്മറിനായിരുന്നു. പക്ഷേ IV ശശിയാണ് അത് നിർബന്ധിച്ച് ആ ട്യൂണിൽ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ സംഗീത സംവിധായകനാണ് പഴി കേൾക്കാറ്. അങ്ങാടിയുടെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയം എറണാകുളത്ത് ഭാരത് ടൂറിസം BTHലിരുന്ന് അങ്ങാടിയുടെ പാട്ടുകൾ ബിച്ചു തിരുമലയും ശ്യാമും കൂടി ഇരുന്ന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് തന്നെ കാന്തവലയം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ചിത്രീകരണം നടക്കുകയായിരുന്നു. സീൻ എന്തോ മാറി അടുത്ത സീനിൻ്റെ ലൈറ്റപ്പ് നടക്കുന്നുണ്ടെങ്കിൽ കമ്പോസിങ് എന്തായി എന്ന് അന്വേഷിക്കാനായിട്ട് IV ശശി
BTHൽ വന്നു. BTHൽ വന്ന് ഇട്ട് വെച്ചിരുന്ന ഒരു 5-6 ട്യൂൺ ഇട്ട് വെച്ചിരുന്നു ദാമോദരൻ മാഷ്. ആ ട്യൂണെല്ലാം കേട്ടപ്പോൾ കണ്ണും കണ്ണും തമ്മിൽ എന്നുള്ള ആ ഡ്യുവറ്റ് പാടാനായി 4-5 ട്യൂണുകളാണ് ശ്യാം ഉണ്ടാക്കി വെച്ചത്. എന്തുകൊണ്ടോ IV ശശിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല. വർത്തമാനത്തിനിടയിൽ IV ശശി പറഞ്ഞു, ഞാൻ ഈ അടുത്ത കാലത്തെ മുക്കന്ദർ കാ സിക്കന്ദർ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടു. അതിൽ ഓസാ തീരെ എന്ന് പറഞ്ഞ, എനിക്ക് പാടാനറിയില്ല, അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ ഗാനം IV ശശി പാടി കേൾപ്പിച്ചു. ഇതുപോലൊരു ഗാനം നമുക്ക് ഈ സിറ്റുവേഷനിൽ നന്നാവും എന്ന് IV ശശി പറഞ്ഞു. ശ്യാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്നെയും കള്ളനാക്കാനാണോ പരിപാടി എന്ന് ചോദിച്ചു. കാരണം ട്യൂൺ മോഷ്ടിക്കാനല്ലേ പറയണേ. മുക്കന്ദർ കാ സിക്കന്ദറിലെ ഓസാ തീരെ അതേപടി മോഷ്ടിക്കാതെ ശ്യാം ശശി ആവശ്യപ്പെട്ട രീതിയിൽ കമ്പോസ് ചെയ്ത് കൊടുത്ത പാട്ടാണ് കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്നുള്ള. നിങ്ങൾ ഓസാ തീരെ എന്നുള്ള പാട്ട് പാടി നോക്കിയിട്ട് കണ്ണും കണ്ണും പാടി നോക്കൂ. ഒരിക്കലും ചുരണ്ടിയതാണെന്ന് മനസ്സിലാവുകയില്ല. മോഷണമല്ല, പ്രചോദനം എന്നാണ് ഇതിനെ വിളിക്കേണ്ടതെന്നായിരുന്നു IV ശശിയുടെ പക്ഷം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ആ പാട്ട് പ്രചോദനം കൊണ്ട് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുന്നു, അതിനെ മോഷണമെന്ന് പറയണ്ട എന്നായിരുന്നു IV ശശി പറഞ്ഞിരുന്നത്. മകനെ പാട്ടുകാരനാക്കണമെന്ന് ആഗ്രഹിച്ച ആളിൻ്റെ മകനാണ് IV ശശി. ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠനം തുടങ്ങി. പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 2 വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചുവെങ്കിലും സംഗീതത്തിൻ്റെ അടിസ്ഥാന വശങ്ങളൊക്കെ IV ശശി കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കിയിരുന്നു. ഒരു പാട്ട് കേട്ടാൽ ഈ പാട്ട് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ IV ശശിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അത് ഈ സംഗീതം പഠിച്ച ഗുരുമുഖത്ത് നിന്ന് തന്നെ സംഗീതം പഠിച്ചതിൻ്റെ ഒരു ഗുണമായിരിക്കാം. എന്തായാലും അങ്ങാടിയിലെ 3 പാട്ടുകളും സൂപ്പർ ഹിറ്റായി. ഇപ്പോൾ തുഷാരമടക്കം അവളുടെ രാവുകളടക്കം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിലെ സൂപ്പർ ഹിറ്റായ ഗാനങ്ങളുണ്ട്. വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ചെയ്യാവുന്നതാണ് IV ശശി സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഗാനങ്ങളെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും അങ്ങാടി വലിയ വിജയമായതോടെ IV ശശി ഒരു 50 കഥാപാത്രങ്ങൾ ഒരു ഫ്രെയിമിൽ വന്നാൽ പോലും അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ നിർത്തി ചിത്രീകരിക്കാൻ കഴിവുള്ള സംവിധായകൻ, മലയാളത്തിലെ ഏക സംവിധായകൻ എന്ന് അങ്ങാടിയിലൂടെ അദ്ദേഹം തെളിയിച്ചു. അതുപോലെ തന്നെ ഒരു ചുമട്ടു തൊഴിലാളിയായി വിദ്യാസമ്പന്നനായ ബാബുവായിട്ട് അഭിനയിച്ചതിലൂടെ ജയൻ മലയാള സിനിമയിലെ അജേയനായ നായകനായി മാറി എന്ന് പറയാം. ഇതൊക്കെയാണ് അങ്ങാടിയെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ അങ്ങാടി എന്ന് പറഞ്ഞ സിനിമ, സൂപ്പർ ഹിറ്റായ സിനിമയെക്കുറിച്ചാണ് ഹിറ്റുകളുടെ കഥയിൽ പറയാൻ വന്നത്. പക്ഷേ തുടങ്ങി വന്നപ്പോൾ IV ശശിയുടെ കഥയും ഷെരീഫിൻ്റെ കഥയും ദാമോദരൻ മാഷിൻ്റെ കഥയൊക്കെ കുറേ പറയേണ്ടി വന്നു. എന്നാലും അങ്ങാടിയെക്കുറിച്ച് പറഞ്ഞ ഈ ഹിറ്റുകളുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനശ്വരരായി പോയ ദാമോദരൻ മാഷായാലും ഷെരീഫായാലും IV ശശി ആയാലും ജയനായാലും സോമനായാലും സുകുമാരനായാലും എല്ലാവരും നമ്മളെ വിട്ടുപോയി. പ്രതാപചന്ദ്രൻ, കുതിരോട്ടം പപ്പു, അങ്ങാടിയിലെ ക്യാരക്ടറുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ ചുരുക്കം പേരെ ഇനി ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി എല്ലാവരും പോയി. വിച്ചു തിരുമല പോയി. അങ്ങനെ അനശ്വരരായ അങ്ങാടിയിലെ ആ ടെക്നീഷ്യന്മാർക്കും കലാകാരന്മാർക്കും എല്ലാം ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.